ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശാലിക്കുട്ടാപ്പി വേൾഡിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് എല്ലായ്പ്പോഴും ഇതുപോലെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്രാവശ്യം നമുക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇനി മുതൽ നമ്മൾ ഒരു ഇൻട്രോ സോങ്ങൊന്നുമില്ല, ഒരു ഇൻട്രോ എന്തായാലും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതാണല്ലോ ഒരു ലോഗോ പോലെയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇന്നലെ ഒരു ഓടിപ്പോയി കണ്ടിട്ട് വായോ. അപ്പൊ അങ്ങനെ എല്ലാവരും കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ഇനി അത് ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് എത്രമാത്രം നന്നായിട്ടുണ്ടാവും എനിക്കല്ല, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ എല്ലാം സെറ്റായ സാധനമാണ് അത്. വേറെ ആരും നമുക്ക് ചെയ്തു തരാനില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. അപ്പോ നമ്മള് ഇപ്പൊ ഓരോ വീഡിയോസുകളും ചെയ്യണം, ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ വ്ലോഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ ആരോഗ്യം എന്നെ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മളിപ്പോ ഇനി ഒരാഴ്ചയും കൂടിയേ ഉള്ളൂ. എന്റെ കയ്യിലിടുന്ന സാധനം കേട്ടോ ഇത്. നമുക്കിനി ഒരാഴ്ചയും കൂടി നമുക്കിനി മുന്നിലുള്ളൂ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് വീക്ക് എന്തായാലും അഡ്മിറ്റ് ആകും. അപ്പൊ ഡെലിവറി അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പൊ അത് കൊണ്ടിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എനിക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റാണ്ടായത്. കാരണം എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ റെസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ കുഞ്ഞ് ഉറങ്ങുവാട്ടോ. അവൻ ഉറങ്ങിയപ്പോഴാണ് ഞാനിത് എടുക്കണേ, ഇല്ലെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരോടും പറയാനായിട്ടും കൂടിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, പലരിലും ഒരു ധാരണയുണ്ട് ഞാൻ ഓരോ റീൽ ഇടുമ്പോഴും ഷോർട്ട് ഇടുമ്പോഴും അന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇടുന്ന വീഡിയോസ് ആണെന്നുള്ളൊരു ധാരണ പലരിലും ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാകും. എന്റെ ഫേസ് കണ്ടത് ഇപ്പോഴത്തെ എന്റെ ഫേസ് നോക്കൂ ഗ്യാസ്, നീര് വെച്ച് വീങ്ങി കഥകളിനെ പോലെ എന്റെ ഫേസ് ഇരിപ്പുണ്ട്. നല്ല നീരൊക്കെ ഉണ്ട്. എന്റെ മോതിരമൊക്കെ ഞാൻ എനിക്ക് വളയിടാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല നീരായിരിക്കുകയാണ്. എന്റെ കൈക്കും എന്റെ കാലിനൊക്കെ നീരുണ്ട്. എന്റെ മുഖമൊക്കെ കണ്ടില്ലേ, നല്ല നീർക്കോളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് നോക്കിയാലും മനസ്സിലാവും. ആ വീഡിയോയിലൊന്നും എന്റെ മുഖത്തും കയ്യിലൊന്നും നീർക്കോളില്ല. കാരണം അതൊക്കെ നേരത്തെ എടുത്തു വെച്ച വീഡിയോസുകളാണ് എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഓക്കെ ആയി നിൽക്കുമ്പോഴുള്ള സമയത്ത് ഞാൻ ഒരു ദിവസം ചിലപ്പോൾ 2-3 വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യും. കാരണം എനിക്കറിയാം ഡെലിവറി ടൈം എടുക്കുമ്പോൾ എനിക്ക് എന്തായാലും ഈ ടൈമൊക്കെ ആകുമ്പോഴത്തേനും ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം. അപ്പൊ വീഡിയോസ് നമുക്ക് എന്തായാലും ഇടണമല്ലോ. വീഡിയോസ് ഇട്ടാലല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാനത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആ വീഡിയോസുകളാണ് ഞാൻ എല്ലാ ദിവസവും ഓരോ ദിവസമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അന്നന്ന് ചെയ്യുന്ന ഓരോ വീഡിയോസ് അല്ല. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്തങ്ങ് ചെയ്യും, ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ്. അതെന്തായാലും ചെയ്തേ എനിക്ക് പറ്റുള്ളൂ, അത് ഞാൻ ചെയ്യും. അല്ലാതെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോസുകളും എനിക്ക് 5 മാസമോ 6 മാസമോ 7 മാസം വരെ ഉള്ളപ്പോ എടുത്തതാണ്. പിന്നെ ചങ്ങനാശ്ശേരി വെച്ച് പോയപ്പോൾ അവിടെ വെച്ചും കുറച്ച് റീൽസ് എടുത്തിരുന്നു, അതുമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോ ഉള്ള ഞാൻ ഒരു റീലും ചെയ്തിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോ എല്ലാവരും അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. പലരിലുള്ളൊരു തെറ്റിദ്ധാരണയാണ്. പലരും എന്നോട് ചോദിച്ചില്ലേലും പല വഴിയിലൂടെയാണെങ്കിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറയാനാണെങ്കിൽ നമുക്കിപ്പോ ഒരു വീഡിയോസ് ഇപ്പൊ ഒരു ദിവസത്തെ വീഡിയോ അല്ല, ഇതിപ്പോ 1-2 ദിവസത്തെ വീഡിയോസ് ഞാനിപ്പോ എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. കാരണം ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു മേലായ്മ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വയറ്റിൽ ഇങ്ങനെ വെയിറ്റ് വന്ന പോലെയും പ്രഷർ വരുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾക്ക് തന്നെ അഡ്മിറ്റ് ആക്കി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനെ അഡ്മിറ്റ് ആക്കിയില്ല. അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, പക്ഷെ നമുക്കിങ്ങനെ പെട്ടെന്ന് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ട് പോയതല്ല. അതുകൊണ്ട് പിന്നെ ഡോക്ടറോട് പറഞ്ഞ് തിരിച്ചു പോകുന്നു, ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മള് തിരിച്ചു പോകുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നതും അങ്ങനെ കുറച്ച് കുഞ്ഞു വീഡിയോസ് ആയിട്ട് വ്ലോഗിൽ ഇടുന്നത്. അപ്പൊ എല്ലാവരും നമ്മൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പൊടിവായോ. എനിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ചെറിയ ഒരു കൺട്രാക്ഷൻ പോലെയൊക്കെ ഫീൽ ഉണ്ടായി.
ഫീൽ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഇങ്ങനെ നമ്മുടെ അടിവയറ്റിന് താഴെ ഇങ്ങനെ വെയിറ്റ് വരുന്ന പോലെ, ഇങ്ങനെ പ്രഷർ വരുന്ന പോലെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല, മിക്കവാറും എന്നെ അഡ്മിറ്റ് ആക്കുമോ എന്ന് തന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. എന്താണ് കുഞ്ഞിൻ്റെ തല കീഴെയായോ എന്താണെന്നും നമുക്കൊരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് ഞാൻ പറയാം എന്തായാലും പോവാം, മിക്കവാറും അഡ്മിറ്റ് ആക്കുമോ, ഇനി പ്രസവിക്കുമോ, സിസേറിയൻ ചെയ്യുമോ ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും എന്നാൽ പാട്ടും പാടി എന്ന് ആഘോഷിച്ചങ്ങ് പോകാം. ക്ലബിൽ പാട്ടൊക്കെ കേട്ട് കാറിനകത്ത് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നേരെ നമ്മൾ കാഷ്വാലിറ്റി ചെന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പ്രഗ്നൻസി ആയിട്ട്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ വരുന്നത്. സാധാരണ എൻ്റെ 2 ഡെലിവറിക്കും ഞാൻ ഒന്നെങ്കിൽ 3 മാസം 4 മാസം വരെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഡെലിവറിയിൽ ഒരു കാരണവശാലും എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവർ ലേബർ റൂമിലേക്ക് കയറ്റി നമ്മുടെ PV ഒക്കെ ചെയ്തു. അപ്പോൾ PV ഒന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അവർ കുഴപ്പമൊന്നുമില്ല, യൂറിനും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവർ അഡ്മിറ്റ് ആവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അതിനുള്ള പ്രശ്നമൊന്നും ചെയ്യാതെ നമ്മൾ പോയത് കൊണ്ടിട്ട് നമ്മളതൊന്നും ചെയ്തില്ല. പക്ഷെ പിറ്റേ ദിവസം വന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടിട്ട് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാം പെട്ടെന്ന് എടുത്ത് വെക്കാനൊക്കെ നോക്കി. നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ, ഞാൻ അഡ്മിറ്റ് ആവാൻ പറഞ്ഞ് എന്ത് ചെയ്യും, ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ എൻ്റെ ആയിട്ടുള്ള ഒരു സാധനവും നമ്മളെടുത്ത്, കാരണം നമുക്ക് ഇനിയും മുന്നിൽ ദിവസങ്ങളുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എല്ലാ സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചത് കുഞ്ഞുമാവയുടെ ഉടുപ്പാണ് കേട്ടോ. ആദ്യമായിട്ട് വരുമ്പോൾ ഇട്ടുകൊണ്ട് പോരാന്ന് എഴുതി മേടിച്ച ഉടുപ്പാട്ടോ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നില്ല. ഡോക്ടർ വരണ്ടെന്ന് പറഞ്ഞു. നമുക്ക് കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റിലൊക്കെ നോർമലായിരുന്നു. അതിനുശേഷം പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിസൾട്ട് കൾച്ചർ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2-3 ദിവസം കഴിഞ്ഞാണ് കിട്ടിയത്. അപ്പോൾ അത് കുട്ടിയേട്ടൻ മേടിച്ചിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ ചെല്ലാനാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നതാണ്, റെഡിയാവുന്നത് ഈ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഡോക്ടറെ അടുത്ത് എപ്പോൾ പോയാലും നമ്മുടെ കൂടെ ഒരാളും കൂടെ കാണും, നമ്മുടെ അല്ലിക്കുട്ടനുണ്ടാവും. അപ്പോൾ അവനെയും കൂട്ടിയിട്ടാണ് നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യവും, ഇപ്പോൾ കുറച്ച് പ്രാവശ്യമായിട്ട് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ അവന് സങ്കടമാവും പെട്ടെന്ന് നമ്മളിങ്ങനെ പോകണ കാണുമ്പോൾ. ഇല്ലെങ്കിൽ അവനെ ഉറക്കി കിടത്തിയിട്ട് അവൻ കാണാണ്ടൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് അവനും കൂടെ വരുമ്പോൾ ഞങ്ങൾക്കൊരു രസമാണ്. സമയം പോണതറിയില്ല, കാറിലിരുന്ന് വർത്താനം പറയാം, അവൻ്റെ ഓരോ കോഷ്ടിത്തരം വർത്താനമൊക്കെ കേട്ട് പോകാൻ നല്ല രസം തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി സ്കാനിങ് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് അഡ്മിറ്റ് ആക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി ദിവസങ്ങളില്ല, നമുക്കിനി അടുത്ത ഞാൻ പറഞ്ഞുവിടും, ഇനി അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും അഡ്മിറ്റ് ആവേണ്ടതാണ്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോ അപ്പം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവരും ടാറ്റാ.